കേന്ദ്ര സർക്കാരിനെതിരെയുള്ള LDF രാജ്ഭവൻ മാർച്ച് ഇന്ന്. കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഷീജ ചേരുന്നുണ്ട്. ഷീജ, കേന്ദ്ര നയങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലാണ് പ്രതിഷേധിക്കാൻ LDF തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ രാജ്ഭവൻ മാർച്ച് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിനോടുള്ള അവഗണന അത് ഏത് രീതിയിലാണ് എന്നുള്ളത് അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് സംസ്ഥാനത്തുള്ളത്. പ്രത്യേകിച്ചും ഒരു മേഖല എന്നല്ല, സർവ്വമേഖലയെയും ഇത് സാരമായി ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ പലതവണ സംസ്ഥാനം കേന്ദ്രത്തിന് നിവേദനം അയച്ചു. സംസ്ഥാനത്ത് നിന്നും മന്ത്രിമാരുടെ സംഘം കേന്ദ്രമന്ത്രിമാരെ സന്ദർശിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ എന്നിട്ടും കേരളത്തിന് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലം, ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുവാൻ വേണ്ടി LDF തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് LDF സംഘടിപ്പിച്ചിരിക്കുന്നത്. LDFന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 10:30 ശേഷം 11 മണിയോട് കൂടിയായിരിക്കും ഈ പ്രതിഷേധ മാർച്ച് ആരംഭിക്കുക. തുടർന്ന് രാജ്ഭവന് മുന്നിൽ LDF കൺവീനർ EP ജയരാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. LDFന്റെ പ്രധാന നേതാക്കൾ, ജനപ്രതിനിധികൾ ഒക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി രാജ്ഭവന് മുന്നിൽ അണിനിരക്കുന്നതായിരിക്കും. ഈ രീതിയിൽ കേരളത്തിന്റെ ഒരു പൊതുവികാരം എന്ത് എന്നുള്ളത് ഈ ഒരു പ്രതിഷേധത്തിലൂടെ കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ളതും LDF ലക്ഷ്യമിടുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ തുടർ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ലെങ്കിൽ, സംസ്ഥാനത്തിന് അനുകൂലമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തുടർ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. പ്രിയ. ഷിജ, ഇന്ന് മാനവീയം വീഥിയിൽ നിന്നാണ് 11 മണിക്ക് ഇത് തുടങ്ങുന്നത്. വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് LDF, അല്ലേ? തീർച്ചയായും വലിയ തോതിലുള്ളൊരു പങ്കാളിത്തം ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകും എന്നുള്ളതിൽ സംശയമില്ല. കാരണം കേരളത്തെ ഏതൊക്കെ രീതിയിലാണ് കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നത് എന്നത് നവകേരള യാത്രയിലുടനീളമായി ഓരോ മണ്ഡലത്തിലും എത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും ഇത് സംബന്ധിച്ചൊരു കൃത്യമായ ധാരണയുണ്ട്. കാരണം സംസ്ഥാനം പറയുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ കണക്കുകൾ സഹിതമാണ് മന്ത്രിമാർ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഈ രീതിയിൽ ഞെരുക്കുന്ന, സാമ്പത്തികപരമായും വികസനപരമായും ഒക്കെ ഞെരുക്കുന്ന കേന്ദ്രത്തിന്റെ നിലപാട് അത് തെറ്റാണ്, അത് തിരുത്തണം എന്നുള്ളൊരു പൊതു നിലപാട് ജനങ്ങൾക്കുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും വലിയൊരു പങ്കാളിത്തം തന്നെയാണ് ഈ രാജ്ഭവൻ മാർച്ചിൽ പ്രതീക്ഷിക്കുന്നത്.